നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഒലികളും മാഞ്ഞുപോയി. പക്ഷെങ്കിൽ അതിനുശേഷവും നമ്മുടെ നാട്ടിൻപുറത്തോ അല്ലെങ്കിൽ നഗരത്തിലോ യാത്ര ചെയ്താൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. സംസ്ഥാനത്തെ ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുള്ളതാണ് തെരുവോരങ്ങളിൽ ഫ്ലെക്സ് ബോർഡ് വെക്കരുത് എന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കൃത്യമായ കണക്കില്ല. കണക്കുകൾ കൊടുക്കുന്നത് തന്നെ ഏതെങ്കിലും ഒരു കണക്കുകൾ എഴുതി കൊടുക്കുകയാണ് പതിവ്. നമുക്കറിയാം, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, 1 കിലോമീറ്ററിനുള്ളിൽ എത്ര ഫ്ലെക്സ് ബോർഡ് ഉണ്ടാവും എന്നുള്ളത്. ഉണ്ടാകുന്ന ചിലവെന്ന് മാത്രമാണെന്നറിയാം. ഇന്ന് മനോരമയിൽ കണ്ട ഒരു വാർത്തയുണ്ട്. ഫ്ലെക്സ് ബോർഡ് എടുത്തു മാറ്റുന്ന ചലഞ്ച് മനോരമ ഏർപ്പെടുത്തിയിരിക്കുന്നു. പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതാണ് ഫ്ലെക്സ് ബോർഡ് എന്നറിയാം. എങ്കിൽ പോലും മനോരമ പോലൊരു പത്രം അങ്ങനെ ചലഞ്ച് ഏർപ്പെടുത്തി അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചാൽ അവർക്ക് സമ്മാനം കൊടുക്കുമോ, അതിന് ഫോട്ടോ എടുത്ത് അയക്കണം എന്നുള്ളതാണ് മനോരമയുടെ ചലഞ്ചിൽ പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം തമിഴ്നാട്, കർണാടക സ്റ്റേറ്റിൽ കൂടി ഞാൻ യാത്ര ചെയ്തു. ഈ സ്ഥലത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കുന്ന തരത്തിലായിരുന്നു. പുനലൂരിൽ നിന്നും കേരളത്തിൻ്റെ അതിർത്തി കഴുതുരുട്ടി വിട്ട് ചെങ്കോട്ട ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ബോർഡ് കണ്ടാലായി. അവിടെയും മത്സരമുണ്ട്. 19-ാം തീയതി ആയിരുന്നു അവിടുത്തെ ഇലക്ഷൻ പോലും. 18-ാം തീയതിയും 17-ാം തീയതിയുമാണ് ഞാൻ തമിഴ്നാട്ടിൽ കൂടി യാത്ര ചെയ്തത്. ഒരിടത്ത് പോലും ഒരു 10-12 ഫ്ലക്സ് ആ വലിപ്പത്തിലുള്ളത് കാണാനില്ലായിരുന്നു. പോസ്റ്ററുകൾ വളരെ ചുരുക്കമാണ്. ഈ കൊടിതോരണങ്ങൾ വളരെ ചുരുക്കം. എന്ത് ഫ്ലെക്സ് എന്ന് പറയുന്ന സംഭവം ഏതെങ്കിലും നഗരത്തിൽ 2-3 എണ്ണം ഉണ്ടെങ്കിലായി. അല്ലാതെ ഏകദേശം 500 കിലോമീറ്റർ തമിഴ്നാട്ടിൽ യാത്ര ചെയ്തു, 400 കിലോമീറ്റർ കർണാടകയിൽ യാത്ര ചെയ്തു. ഇവിടെ എങ്ങും ഇതുപോലെയുള്ള ആർഭാടങ്ങളോ ഇതുപോലുള്ള പണക്കൊഴുപ്പുകളോ ഇതുപോലുള്ള പരസ്യ പ്രചരണങ്ങളോ കാണാൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. കേരളത്തിൽ എന്തുമാത്രം പണമാണ് ഈ രീതിയിൽ ചെലവാക്കുന്നത്. തന്നെയുമല്ല, സാക്ഷരതയുടെ മുൻപിൽ നിൽക്കുന്നവരാണ് കേരളക്കാരെന്ന് പറയുന്നുണ്ട്. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ പൊതുസ്ഥലത്ത് ബോർഡ് വെക്കരുതെന്നുള്ളത്. എന്നാൽ ബോർഡില്ലാത്തൊരു തെരഞ്ഞെടുപ്പിനെ പറ്റി കേരളത്തിലെ ജനത്തിന് ചിന്തിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു കണ്ടത്. അതുകൊണ്ട് തന്നെയാകാം ഈ ബോർഡുകളെല്ലാം ഇപ്പോഴും അനാഥമായിട്ട് റോഡരികിൽ ഇരിപ്പുണ്ട്. ഇത് എടുത്തു മാറ്റി ഒരു അപകടം ഒഴിവാക്കണമേ എന്നുള്ളതായിരിക്കാം മനോരമയുടെ ഈ ചലഞ്ചിന്റെ ഉദ്ദേശം. ഇങ്ങനെ ഒരു ചലഞ്ച് ഏർപ്പെടുത്തി തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അപമാനകരമാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതിയെ സംബന്ധിച്ച് ഇത് കേസെടുക്കാം. തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ അനുമതിയില്ലാതെ വെക്കാൻ പാടില്ലെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സെക്രട്ടറി ഉൾപ്പെടെ, ഗവൺമെന്റ് സെക്രട്ടറി ഉൾപ്പെടെ വിളിച്ച് പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതി താക്കീത് കൊടുത്തു വിട്ടതാണ്. എന്നിട്ടും ഒരിടത്ത് പോലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇതിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുത്തിട്ടില്ല. ഇത് അറിയാതെ വരണാധികാരി പോലും നടപടി എടുത്തിട്ടില്ല. മുൻ വർഷങ്ങളിൽ ഇതിനൊരു നിയന്ത്രണം വേണമെന്നുള്ളതും ഹരിതചട്ടം പാലിക്കണമെന്നും ഒരു സർക്കുലർ ഇറക്കുമായിരുന്നു. അത് പാലിക്കുന്നുണ്ടോ നോക്കുമായിരുന്നു. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇത്തവണ അതും ഉണ്ടായില്ല. പക്ഷെ എന്തായാലും ശരി, നാട്ടിൽ എവിടെ നോക്കിയാലും നമുക്ക് സ്ഥാനാർത്ഥികളുടെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ പുഞ്ചിരിക്കുന്ന മുഖം എല്ലായിടത്തും ഉണ്ട്. പറഞ്ഞു വന്നത്, ഇനിയെങ്കിലും കേരളത്തിലെ ഈ സാക്ഷരതയുള്ള ജനങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള പാഴ്ചെലവുകളും ഈ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന ഈ നിലപാടുകളും മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ ഇതൊന്നുമില്ല. അല്ലാതെ തന്നെ അവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്, ജനം വരുന്നുണ്ട്, വോട്ട് ചെയ്യുന്നുണ്ട്. വളരെ ശാന്തമായ രീതിയിൽ അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ പ്രചരണം കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ വോട്ട് ശതമാനം താഴേക്ക് പോയത് എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കും. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.